Election updates. സർഗക്ഷേത്ര 89.6 FM-ൽ കലക്കൻ ഇലക്ഷൻ അപ്ഡേറ്റ്സ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തുടങ്ങി നമ്മൾ ലൈവായിട്ട് കേരളത്തിലുടനീളവും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഇലക്ഷൻ വിവരങ്ങളെല്ലാം കൃത്യമായും, അതായത് വളരെ വസ്തുനിഷ്ഠമായി എല്ലാവരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കോട്ടയം ജില്ലയെ പറ്റി ആദ്യം മുതലേ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോട്ടയത്തിന്റെ ആ ഒരു ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജോർജിന്റെ തേരോട്ടത്തെ പറ്റി. അതെ, കോട്ടയം നമ്മളെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു മണ്ഡലമാണ്. നമ്മുടെ റേഡിയോ സ്റ്റേഷൻ ഇരിക്കുന്ന മണ്ഡലമായതുകൊണ്ട് തന്നെയും കാൻഡിഡേറ്റ്സ് കഫേയിൽ എല്ലാ സ്ഥാനാർത്ഥികളും നമ്മളോടൊപ്പം പങ്കെടുത്തതുകൊണ്ടും നമുക്കത് നിർണായകമായ ഒരിടം തന്നെയാണ്. പക്ഷേ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമുക്കിതാ ഒരാൾ നമ്മുടെ കാതോരം എത്തുകയാണ്. നമസ്കാരം സാർ. സാർ നമസ്കാരം. ഒരുപാട് സന്തോഷം. എല്ലാവിധ സന്തോഷമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ചതുപോലെ തന്നെ UDF നല്ല വിജയത്തിലേക്ക് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ എത്തിയിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഇത് ഞങ്ങളുടെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം. UDF-ന്റെ നേതൃത്വത്തിന്റെ കീഴിൽ UDF-ന്റെ ബൂത്ത് തലം വരെയുള്ള പ്രവർത്തകർ, അതുപോലെ തന്നെ മധ്യനിര നേതാക്കന്മാർ, ഘടകകക്ഷി നേതാക്കന്മാർ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു വിജയം കൈവരിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞത്. അതിന് തീർച്ചയായിട്ടും സന്തോഷം. ഓക്കെ സാറ്, ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമയത്ത് എവിടെ നിന്നാണ് ഈ ഇലക്ഷൻ റിസൾട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ കേരള കോൺഗ്രസ് പാർട്ടി ഓഫീസിലും അതുപോലെ തന്നെ DCC ഓഫീസിലും ഇരുന്നാണ് ഇത് കാണുന്നത്. ഇപ്പൊ ഞങ്ങൾ DCC ഓഫീസിലാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ ഫലങ്ങൾ വീക്ഷിക്കുകയാണ്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഈ 50,000 എന്നുള്ളത് അല്പം കൂടി വലിയ ഉയർന്ന ഒരു ഗംഭീര നമ്പർ ആകാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് അല്ലേ? അതെ, അങ്ങനെ ഉയരാനുള്ള സാധ്യത ഒരു ട്രെൻഡ് കണ്ടിട്ട് ശരി ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാൻ കഴിയുക. 50,000 ഒരു സുരക്ഷിതമായ ലീഡായിട്ട് സാർ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ അവസരത്തിൽ? എന്നാണ് പറയുന്നത്. UDF-ന്റെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. ഏതാണ്ട് ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തും ഇപ്പോൾ നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ, ഉറപ്പായിട്ട് സാർ ഗംഭീരമായ ഒരു വിജയം സംഭവിക്കട്ടെ. അതിനുശേഷം നമുക്ക് FM-ൽ ഗംഭീരമായ ഒരു കൂടിക്കാഴ്ചയും സാറ് ആദ്യം പറഞ്ഞ കോട്ടയത്തിന്റെ വികസന സ്വപ്നങ്ങളെ പറ്റിയുള്ള ഒരു ചർച്ചയും തീർച്ചയായിട്ടും നമുക്ക് നടത്താം. കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തനം ഉണ്ടാകും. ഈ കാര്യങ്ങളിലെല്ലാം ഉണ്ടാകണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയും ചെയ്യാം. ഈ തിരക്കിനിടയിലും സാർ ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഒരുപാട് സന്തോഷം. ഞങ്ങൾ കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും സാറിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഒന്നിച്ചു മെനയേണ്ടതുണ്ട്. താങ്ക് യു വെരി മച്ച്. Election updates.